4 വർഷത്തിന് ശേഷം ഞാൻ എന്റെ പെങ്ങളെ കൊച്ചിനെ കാണാൻ വേണ്ടിട്ട് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ്. ഇതിന് എന്റെ വീടിന്റെ സ്വന്തം മതിൽ ചാടിക്കടന്ന് ഞാൻ വീട്ടിലെ സർപ്രൈസ് ചെയ്തു. വീട്ടിൽ നായ ഉണ്ടെന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. 7:30 പെരുന്നാൾ നിസ്കാരത്തിന് നേരത്തെ ചെന്ന ഒട്ടകത്തിന്റെ കൂലി എന്ന് പറഞ്ഞ ഡാഡി എന്നെ 6:30 തന്നെ വലിച്ചോണ്ട് പോയി. ഇനി എന്റെ ഫാമിലിയെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആവാം. ഇന്നത്തെ ഡാഡി മമ്മി ഇങ്ങനെയായാലും പണ്ടത്തെ ഡാഡി മമ്മി ഇങ്ങനെയായിരുന്നു. ഇത് അവർക്കുണ്ടായ മൂത്ത സന്തതി എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങൾ, രണ്ടാമത്തെ സന്തതി ഞാൻ. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രായവ്യത്യാസത്തിന് 11 വയസ്സ് മൂത്തതാണ് എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞ സാധനം. ഞാനും പെങ്ങളും തമ്മിൽ 4.5 വർഷം കാണാതിരിക്കാനുള്ള മെയിൻ കാരണം കോവിഡ് കഴിഞ്ഞോടെ ഞാൻ നേരെ ചൈനയിലോട്ടും പോയി പെങ്ങൾ നേരെ ഖത്തറിലോട്ട് കയറി. എന്തോ ചെയ്യൂന്ന് പറഞ്ഞ് നോക്കണേ. ഞാൻ നല്ല രാത്രി എത്തി. കാര്യം എന്റെ 11 വയസ്സ് മൂത്തണ്ണനും എന്റെ എല്ലാവിധ സക്സസിനും ഏറ്റവും കൂടുതൽ എന്റെ പിന്നാലെ നിന്നിട്ടുള്ള എന്റെ പെങ്ങൾ എന്ന് പറയുന്ന സാധനമാണ്. ആ പെങ്ങളുണ്ടായ ഏക ഒരു മുതലാണ് ഈ വിത്ത്. ഓടി വന്ന് തോളത്ത് കയറുമ്പോൾ വിചാരിക്കും സ്നേഹം കൊണ്ടാ, നല്ല മാമൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്തൊക്കെ നോക്കാൻ വേണ്ടിയാണ്. എന്തോ ചെയ്യൂന്ന് പറഞ്ഞ് നോക്കണേ. കള്ള കുരുട്ട് വന്ന് സർപ്രൈസ് ആയിട്ടുള്ള ഈദായതുകൊണ്ട് നല്ല ബിരിയാണി ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ബീഫിന്റെ ബിരിയാണിയും കഴിച്ച് പെങ്ങളായതുകൊണ്ട് പൊക്കി പറയുന്നത് ഹൈവാരി ഇതിൽ ഹിംബർ ജിംബർലക്ക എന്ന് വെച്ചാൽ ഞാൻ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഈ സാധനം എപ്പോൾ അടിച്ചു മാറ്റി നാലിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഞങ്ങളൊക്കെ കൂടെ നല്ലൊരു ഫോട്ടോയും എടുത്ത് മ്യാമനും പിന്നെ വീട്ടിൽ ആകെയുള്ളൊരു വിത്തല്ലേ എന്ന് വെച്ച് നേരെ അതിനെയും കൂട്ടി പുറത്തിറക്കി ഒരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് ഇന്നത്തെ ഇതിന്റെ പരിപാടി വേർത്തായിരുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി സബ്സ്ക്രൈബ് ചെയ്തിട്ട്